ഇവാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതെ ഗൈസ്, ഞാൻ രണ്ടാമതൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവാണ്. 1 മുതൽ 5 മാസം വരെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടൊന്നും എടുക്കാൻ പറ്റിയില്ല. 5-ാം മാസം ഞാൻ വീട്ടിൽ പോയി. ഇടയ്ക്കൊന്ന് പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. 3-ാം മാസം പോയിട്ട് 1.5 മാസം നിന്നിട്ട് വന്നു. പിന്നിപ്പം 5-ാം മാസത്തിൽ പോവാണ്. ഞങ്ങൾ രാവിലെ വെളുപ്പിനെയാണ് പോയത്. പത്തനംതിട്ട വരെ എത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ട്രെയിനാണ് ഇവിടുന്ന് പോയത്. അപ്പം 4:30 ട്രെയിനിന് പോകാനായിട്ട് ആണ് വെളുപ്പിനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും കാലൊക്കെ തൊട്ട് വന്നിച്ചിട്ട് എന്നോട് തിരിഞ്ഞ് നോക്കാതെ ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പോവാണ്. അമ്മയും ചേച്ചിയാണ് വീട്ടിൽ നിന്ന് വന്ന്. അവർ തലേന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെയാണ് ഞങ്ങൾ പോയത്. ഏട്ടൻ്റെ ഓട്ടോയ്ക്ക് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ഇവാനും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഞങ്ങളെ യാത്ര അയക്കാൻ വന്നു. എല്ലാവരും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിലേക്ക് പോവാം. ഇപ്പോൾ എനിക്ക് 9 മാസമായി. അടുത്ത ആഴ്ചയാണ് ഡെലിവറി ഡേറ്റ്. കുഞ്ഞുമാവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവാനി ഉറങ്ങിപ്പോയി. ഒരു 2:30 കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്ക് അടുപ്പിച്ച് പുതിയ കുഞ്ഞുമാവ് വന്നു. ഇതാണ് പെൺകുട്ടിയാണ്. ചെന്നതിൻ്റെ അന്ന് നൈറ്റ് തന്നെ ഡെലിവറി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം വെളുപ്പിന് നേരം വെളുത്ത് കഴിഞ്ഞ് എന്നെ വാർഡിലോട്ട് മാറ്റി. അതൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിടാൻ നേരത്ത് കുഞ്ഞിനൊരു മഞ്ഞ നിറമുണ്ട് പറഞ്ഞിട്ട് ലൈറ്റിനടി വയ്ക്കണം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദിവസം 2-3 ദിവസം ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ ഒരു ആഴ്ച എടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരാനായിട്ട്. വീട്ടിൽ വന്നതിന് ശേഷം ഏട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നു ആൾക്കാർ. ഇത് അമ്മയാണ്. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നല്ല കരച്ചിലായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ. പിന്നീട് അതൊക്കെ ശരിയായി. ഞങ്ങൾ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തിയത് 56-നാണ്. നൂലുകെട്ടിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഡെലിവറിക്ക് ശേഷം 5 മാസം ഞങ്ങൾ വീട്ടിൽ നിന്നു. 5-ാം മാസമായപ്പം ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അമ്മയും ധന്യ ചേച്ചീൻ്റെ അമ്മയും സിജുവേട്ടനും സാറിൻ്റെ കൂടെ ഒരു കാറിലാണ് വന്നത്. കാരണം ഇത്ര ദൂരം ആയിക്കൊണ്ട് എല്ലാവർക്കും കൂടെ വരാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രം വന്നു. ഞങ്ങളെ കൂട്ടിയിട്ട് പോവുകയാണ്. കുഞ്ഞിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എൻ്റെ അമ്മയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഇനിയും പാലക്കാട് പോവുകയാണ്. ഡെലിവറിക്ക് മുമ്പുമായിട്ട് ഒരു 10 മാസത്തോളം ഞാൻ പത്തനംതിട്ട എൻ്റെ വീട്ടിൽ നിന്നു. ഇനിയിപ്പോൾ പാലക്കാട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് വീട്ടിലെത്തി. ഇനി വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ മുമ്പ് തരുന്ന സപ്പോർട്ട് വീണ്ടും തരിക. താങ്ക്സ് ഫോർ